ഹലോ എവരിവൺ. ഇന്നലെ രാത്രി ലൈവിൽ നടന്ന സംഭവമാണ് മക്കളെ. അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെ തെളിവ് ഞാൻ വെച്ച് തരാം. ഓക്കെ, ഇന്നലെ രാത്രി അനീഷ് പറയുകയാണ്, അനുമോളെ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നീയാണ് എല്ലാം. അതിനുശേഷം അനീഷ് ഈ പറയുന്ന ഷാനവാസിനോട് പറയുകയാണ്, ഷാനവാസെ ഒന്ന് പോയി പറടാ, എൻ്റെ കാര്യം ഒന്ന് പോയി പറയും. നമ്മൾ ഈ കോളേജിലും സ്കൂളിലൊക്കെ ലവ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ലേ, ഫ്രണ്ട്സിനോടല്ലേ ഒന്ന് അവളോടൊന്ന് പോയി പറയുന്നത്. അതുപോലെ ഷാനവാസ് എൻ്റെ കാര്യം ഒന്ന് പോയി പറയും ഷാനവാസെ, പ്ലീസ് ഷാനവാസെ. അതിനുശേഷം നമ്മുടെ ഷാനവാസ് അനുമോളോട് സംസാരിക്കാൻ പോകുന്ന രംഗം, ആ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് വെക്കുന്നത് മക്കളെ. ആദ്യം ഏറ്റവും അവസാനം വന്ന ഒരു പ്രൊമോ, ലാലേട്ടൻ്റെ പ്രൊമോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എങ്കിൽ എന്നോട് പറ. അനീഷ്, ഒരു പ്രണയമണം തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീല് തോന്നി, അപ്പൊ അത് പറഞ്ഞു. അനുമോൾ, എന്താ ലാലേട്ടാ? എന്തൊക്കെയുണ്ട് വിശേഷം അനുമോൾ? നല്ല വിശേഷം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മൂത്ത് നോക്കി ഇങ്ങനെ പറയുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ? ഇതാണ് മക്കളെ ഏറ്റവും അവസാനം വന്ന പ്രൊമോ. ഞാനൊരു കാര്യം പറയുകയാണ്, എന്നെ അനീഷിൻ്റെ ഫാൻസോ അനുമോളുടെ ഫാൻസോ പഞ്ഞിക്കിടരുത്. ഒരു കാര്യം ഞാൻ പറയുകയാണ്, അനീഷിന് വേണോ, അനീഷിന് ഈ പണി വേണോ, അനീഷിന് ഗെയിം കളിച്ച് മിണ്ടാണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ചിരിയാണ് വരുന്നത്. ഞാൻ ഇവരെ ചെറുതാക്കിയതൊന്നുമല്ല, ഇവരുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് മക്കളെ. നമുക്ക് ഏതായാലും ഇന്നലെ ഷാനവാസ് അനുമോളോട് കെഞ്ചുന്ന, അതായത് ഈ പറയുന്ന അനീഷ് പറയുകയാണ്, ഷാനവാസേ ഒന്ന് പോയി പറടാ, എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും, എനിക്ക് അത്രക്കും അവൾ ഇഷ്ടമാണ്. ആ സമയത്ത് നമ്മുടെ ഷാനവാസ് അനുമോളോട് പോയി കെഞ്ചുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കാണണം. ഓക്കെ, നാളെ അറിഞ്ഞാൽ മതി, നാളെ പറഞ്ഞാൽ മതി. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ട്. അല്ല, എന്താണ് നിനക്ക് പ്രശ്നം? എനിക്ക് ഇങ്ങനെ കളിയാക്കാൻ തോന്നും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാൻ തോന്നും. അനീഷിനെ കാണുമ്പോ അനീഷിനെ കാണുമ്പോ പക്ഷെ എനിക്കതല്ല, എനിക്ക് ഇങ്ങനത്തെ അറിഞ്ഞു കഴിഞ്ഞാല് പുള്ളി ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പുള്ളിക്ക് ഭയങ്കര ഇക്കൊന്നല്ല ചോദിക്കും, എനിക്ക് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടേ ആ പെൺകുട്ടി തിരിച്ച് പറയാൻ ഇപ്പൊ കാര്യം നോക്കുന്നില്ല. അതൊന്നും ഇഷ്ടമില്ലാത്ത രീതിയിൽ, ഇഷ്ടമില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്കത് വിഷമാവില്ലേ? അത് എന്റെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ വിഷമം. എന്തിനാ കളിയാക്കുന്നതല്ല. എന്താ അല്ലേ, ഇനിയുമുണ്ട് വീഡിയോ ക്ലിപ്പ് എല്ലാം പ്ലേ ചെയ്യാം. എനിക്ക് കോളേജ് ലൈഫാണ് ഓർമ്മ വരുന്നത്. സത്യം പറഞ്ഞാൽ SSLC പഠിക്കുന്ന സമയം, അതുപോലെ +1 +2 പഠിക്കുന്ന സമയമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ അതായത് എത്ര പെടാപ്പാട് വരുന്നുണ്ട് ഒരു പെണ്ണിനെ പട്ടാക്കാൻ. ഇവിടെ അനീഷിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, അതായത് ഒരു പെണ്ണിനോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഓക്കെ അനീഷേട്ടാ, നമ്മൾ മറ്റേ ഗുരുവായൂർ അമ്പലം നടയിൽ പോയി നാളെ വിവാഹം ചെയ്യാം, ആരെങ്കിലും പറയോ? ഇല്ല. ഒരു പെണ്ണിനെ മിനിമം നമുക്ക് വളച്ചെടുക്കണമെങ്കിൽ ഒരു 2 മാസമെങ്കിലും വേണ്ടേ അവളുടെ പിന്നിൽ പോകണം, നടക്കണം. ഇതിപ്പോൾ അനീഷ് അനുമോളോട് പറയുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഓക്കെ എന്ന് ഒരു പെണ്ണും പറയില്ല. അങ്ങനെയാണ് അനുമോളും പറഞ്ഞത്. ഓക്കെ ഒരു കാര്യം പറയട്ടെ, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ, അതൊന്ന് പ്ലീസ്. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. ചിന്തിക്കാന്നറിയാമോ, പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കും. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കില ചിന്തിച്ചു നോക്കിയേ. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ കൺവിൻസ് ചെയ്ത് ഈ ഒരു കല്യാണത്തിലൂടെ കൊണ്ടുവരാൻ നോക്കും. അത് പുള്ളി അങ്ങനത്തെ ഒരാളല്ല. പുള്ളി അങ്ങനത്തെ ആളാവണം. ഇല്ല, അങ്ങനെ കൊണ്ടുവന്നാലും ഞാൻ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്? പുള്ളി അങ്ങനെയല്ല, പുള്ളി അങ്ങനെ വന്നാലും നോ എന്നുള്ള ആൻസർ ഞാൻ പറയുള്ളൂ. പക്ഷെ ഈ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ അനീഷിന്റെ എനിക്ക് മുഖത്ത് നോക്കുമ്പോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എനിക്ക് നല്ല പേടി തോന്നുന്നു. എന്റെ ഒരു നാച്ചുറൽ കഴിഞ്ഞാല് അനീഷിന്റെ ആൾക്കാരും കാണുന്നവരൊക്കെ എന്നെ പഞ്ഞിക്കിടും. ഏറ്റവും അവസാനം അനുമോൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല, അതായത് കാണുന്ന ജനങ്ങൾ എന്നെ പഞ്ഞിക്കിടോ എന്നാണ് അനുമോൾ പറഞ്ഞത്. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്റെ മുഖത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നു. അപ്പൊ ഈ രാവിലെ നമ്മൾ ഇത്ര സമയം വരെ കിടന്ന് ഉറങ്ങുന്നില്ലേ, അപ്പൊ കഥക്കിടുമായിരിക്കും. ഇല്ല, ബോറല്ലേ അത്? ഉറങ്ങുന്നതോ? ഉറങ്ങുന്നത് അങ്ങനെ ഉച്ചക്കമ്പളിൽ ചെപ്പോ എണീക്കുന്നത്. അതിന്റെ ഒരു ക്ലിപ്പൊക്കെ ഇടുന്നുണ്ടാവും. ഒരു എപ്പിസോഡ് 1 മണിക്കൂറല്ലേ? 1.5 മണിക്കൂർ. 1.5 മണിക്കൂറിൽ എന്തോന്നും ഇടാൻ എനിക്കറിയാം. ഇനിയിപ്പോ ഇതായിരിക്കും അടുത്ത ചർച്ചിലായിട്ട് വരുന്നത്. ഒരിക്കലില്ല. അപ്പൊ നിങ്ങക്ക് എന്നെ അറിയാത്തോണ്ടാ.
എന്താ അല്ലേ, സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ചിരിയാണ് വന്നത് മക്കളെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ബിഗ് ബോസിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത്രയും എൻജോയ് ചെയ്ത് ഞാനൊരു എപ്പിസോഡ് കണ്ടിട്ടില്ല. ഓക്കെ, ഇന്നലെയാണ് സീരിയസ്ലി ഞാനൊരു കാര്യം പറയുകയാണ്, ആദിലയോടും നൂറയോടും ഈ പറയുന്ന അനുമോളോടും വല്ലാത്ത സ്നേഹം എനിക്ക് തോന്നി. അതായത് അവരുടെ ആ ഒരു പട്ട ഗേൾസ് ഒന്ന് കൂടുന്നതും അവരൊന്ന് തിരിച്ചു വന്നതും സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അനുമോൾ അനീഷിനെ ഡീൽ ചെയ്ത രീതിയൊക്കെ ബ്രില്യൻ്റ് ആണ്. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്നെ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ അനീഷിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിരുന്നു. ഒരു കാര്യം ബിഗ് ബോസിൻ്റെ എഡിറ്ററോട് പറയുകയാണ്, നിങ്ങൾ ആ ഒരു എപ്പിസോഡ് ക്ലിയറായി കൃത്യമായിട്ട് ഒരു വേറെ ലെവൽ മൂഡിലാണ് നിങ്ങളത് കൊണ്ടുവന്നത്. എൻജോയ് ചെയ്താണ് ഞാൻ പേഴ്സണലി കണ്ടത്. ഈ പറയുന്ന അനുമോളുടെ ആക്ട് ആയാലും വേറെ ലെവലായിരുന്നു മക്കളെ. അപ്പോൾ ഒന്നും കൂടി എൻ്റെ ഒരു ടോപ്പ് 5 പറഞ്ഞ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 1-ാം സ്ഥാനത്ത് നിലവിലെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ അനുമോൾ അനീഷിനെ എന്തോന്നാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോയിൽ 1-ാം സ്ഥാനം നമ്മുടെ അനുമോളാണ്. 2-ാമത് അനീഷിനെ കൊടുക്കുന്നു. 3-ാമത് ഷാനവാസ്. 4-ാം സ്ഥാനത്ത് നൂറ. 5-ാമത് നെവിൻ. ഓക്കെ, എൻ്റെ ഇന്നത്തെ ഒരു പ്രഡിക്ഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. നമ്മുടെ ഡോക്ടർ രജിത് കുമാർ ഇല്ലേ, ഡോക്ടർ രജിത് കുമാർ പറയുകയാണ് മക്കളെ, ഈ പറയുന്ന അക്ബറിന് കപ്പ് കൊടുക്കണം. അതിൻ്റെ കുറേ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഉടനെ ഞാൻ അതിനെ എഡിറ്റൊക്കെ ചെയ്ത് വരാം. ഓക്കെ, ബൈ.